ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് റിയലൈസ് ചെയ്തൊരു കാര്യം നിങ്ങളോട് പറയാമെന്ന. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം റിയലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് എന്നോട് പറയണം. അല്ല, റിയലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്കുണ്ടായി ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടോ എന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം തന്നെ ഇതുപോലെ ഒരു സംഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എത്ര പേർക്ക് ഇത് ഉണ്ടായിട്ടുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി കേട്ടോ. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. പിന്നെ എന്താ പറയുന്നത്, അതുപോലെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഇന്ന് എൻ്റെ അടുത്തിരുന്നൊരു കുട്ടിയോട് വരുമ്പോൾ അവളും ഈ ഒരു സംഭവം കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ഇന്ന് ബസ്സിലിരുന്നാണ് ഈ ഒരു സംഭവം അറിഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും പ്രൈവറ്റ് വണ്ടിയിൽ 18 രൂപയാണ് എൻ്റെ ബസ് ഫെയർ. ഓക്കെ, ഞാൻ ആണെങ്കിൽ പ്രിയദർശിനി ബസ്സിലും കയറി. പ്രിയദർശിനിയുടെ സംഭവമാണ് ഞാൻ പറയുന്നത്. പ്രിയദർശിനി കയറുമ്പം എനിക്ക് ആദ്യമൊക്കെ 18 രൂപ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ അധികം നാളിപ്പം പോരായില്ല. ആദ്യമൊക്കെ 18 രൂപ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം 18 രൂപ നമുക്കറിയാൻ ടിക്കറ്റാണ് വരുന്നത്. അപ്പോൾ കിട്ടുന്നു, നമ്മളെടുത്ത് ബാഗിലിടുന്നു. ഇതാണല്ലോ നടക്കുന്നത് ആസ് യൂഷ്വൽ. എല്ലാവരും മിക്കവാറും ലേഡീസിന് വേണ്ടിയാണ് മിക്കവാറും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. കാരണം ഇപ്പം മെയിൽസ് ആണെങ്കിൽ പ്രിയദർശിനിക്ക് പൈസ കൊടുക്കുന്നതാണ്. അപ്പോൾ അവരെന്തായാലും ആ ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് നോക്കി എണ്ണി കൊടുക്കും. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ടിക്കറ്റിന് ചാർജ് കൊടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ കിട്ടുന്ന ടിക്കറ്റ് എടുത്ത് ബാക്കി ഇടുകയാണ് പതിവ്. ചെക്കർ വരുമ്പം ടിക്കറ്റ് എടുത്ത് കൊടുക്കുക, കാണിക്കുക. ഇതാണ്. കാരണം നമ്മൾ സ്ഥിരം യാത്ര വരുമ്പോൾ നമുക്കറിയാം ഇതായിരിക്കും റേറ്റ് എന്ന്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് അതല്ല. ഇതാണ് സംഭവം. എനിക്ക് ഡയറക്റ്റ് ബസ് കിട്ടുന്നത് തുമ്പമൺ ടു എടപ്പോൺ, എടപ്പോൺ ടു തുമ്പമൺ ഡയറക്റ്റ് ബസ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഡയറക്റ്റ് ബസ്സിന് വരുമ്പോൾ എൻ്റെ ചാർജ് ഞാൻ കാണിച്ചു തരാം. ഒരു പ്രാവശ്യം 18 രൂപ. അപ്പം നമ്മൾ കരുതി എത്ര? ഓക്കെ, പ്രൈവറ്റ് ബസ്സിനും 18, ഇതിനും 18. അപ്പം കറക്റ്റ് ആണല്ലോ. പക്ഷേ ഇന്നാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. ഞാൻ ഇന്ന് കയറിയ ബസ്സിൽ പുതിയ കണ്ടക്ടറായിരുന്നു. പുതിയ കണ്ടക്ടർ ആളോട് ഞാൻ പറഞ്ഞു തുമ്പമൺ, എനിക്ക് തുമ്പമണ്ണ് ടിക്കറ്റ് എടുത്തു. കണ്ടക്ടറിന് തുമ്പമൺ എന്ന് പറയുന്ന സ്ഥലം അറിയത്തില്ല. അപ്പോൾ അടുത്ത സ്റ്റോപ്പാണ് നരിയാപുരം. എന്നോട് ചോദിച്ചു നരിയാപുരമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, അപ്പോൾ തുമ്പമൺ എന്ന് പറഞ്ഞു. അപ്പം തുമ്പമൺ അവർക്ക് പോയിന്റ് ഇല്ലായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ എടുത്ത ഒരു ടിക്കറ്റ് എടുത്തു. കാരണം രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ടിക്കറ്റ് കിട്ടുമല്ലോ, ആ ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് എടുത്ത് പേര് നോക്കി. അപ്പം കീരുവഴി ടു ഇടപ്പോൺ. അപ്പം ഞാൻ ഇടപ്പോണെന്ന് വരുമ്പോഴും ഇടപ്പോൺ ടു കീരുവഴി ആയിരിക്കും അടിച്ചിരുന്നത്. 18 രൂപ ടിക്കറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞപ്പം കീരുവഴിയാണെന്ന് പറഞ്ഞ സ്ഥലം. എനിക്ക് ഇന്ന് കിട്ടിയത് ടിക്കറ്റ് ഫെയർ 23 രൂപ. അത് കണ്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി, അന്തം വിട്ട് കുന്തം വിഴുകി. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുട്ടിയിരുന്നു. അവള് എനിക്ക് തോന്നുന്നു നരിയാപുരത്ത് ഇറങ്ങുന്നാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ടിക്കറ്റിൻ്റെ ചാർജ് കേട്ടെ 23 എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ ഉടനെ ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കി 25. എനിക്കപ്പോൾ ഒരു ഇത്, കാരണം എനിക്ക് 18 എങ്ങനെ 23 ആയെന്നൊരു സംശയം. ഞാൻ ബാക്കി എൻ്റെ ടിക്കറ്റ് എടുത്തു. കാരണം ഇത് ഓരോ ദിവസവും എങ്ങനെ മാറി മാറിയിട്ട് ബാഗിൽ തപ്പിയപ്പോൾ ഇത്രയും ടിക്കറ്റ് കയ്യിലുള്ളായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ, കാരണം ഞാൻ നോക്കിയിട്ടുള്ളപ്പോഴൊക്കെ 18 ആയിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴൊക്കെയോ ശ്രദ്ധിക്കാതെ പോയി. അന്നേരമാണ് ഇത് സംഭവിച്ചത്. കീരുവഴി ടു എടപ്പോൺ 18. പക്ഷേ 30-ാം തീയതി, ഇത് 30-ാം തീയതി, ഇത് 28-ാം തീയതിയും 30 എന്നുള്ള ഇന്നും, ഈ 2 ദിവസമാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ നോക്കിയില്ല. 29-ാം തീയതി എനിക്ക് ഇടപ്പോൺ ടു കീരുവഴി 18 രൂപ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയാ പ്രൈവറ്റ് ബസ്സിൻ്റെ, അത് 18ആണ്. പിന്നെ 29-ാം തീയതി 18 രൂപ എടുത്തിട്ടുണ്ട് കീരുവഴി ടു ഇടപ്പോണ്. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് 18 അല്ലേ? അതുകൊണ്ട് ഇവിടെ സമയമുണ്ട്. 29-ാം തീയതി ഇതും 29-ാം തീയതി 2 നേരം 18. പക്ഷേ ഞാൻ കരുതി ബസ് ഫെയർ കൂടിയതാണോ എന്ന്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ബസ് ചാർജ് കൂടിയതായിട്ട് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ്. 28-ാം തീയതി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. 29-ാം തീയതി എനിക്ക് 18 എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം 28-ാം തീയതി എനിക്ക് വന്ന ടിക്കറ്റ് ചാർജ് 23 രൂപ. അപ്പം നമ്മൾ എഴുതും കീരുവഴി, നമ്മൾ അത് മാത്രമേ നോക്കുന്നുള്ളൂ, കയറുന്ന സ്റ്റോപ്പ് നോക്കുന്നില്ല. ഇവിടെ വന്നെന്താ അറിയോ, കയറുന്ന സ്റ്റോപ്പ് എഴുതിയത് മാങ്ങാങ്കുഴി ജംഗ്ഷൻ. മാങ്ങാങ്കുഴി ജംഗ്ഷൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല. മാങ്ങാങ്കുഴി ജംഗ്ഷൻ ടു കീരുവഴി ആണ് അവർ ടിക്കറ്റ് അടിച്ചേക്കുന്നത്. അതിനാണ് 23 രൂപ വന്നേക്കുന്നത്. എനിക്ക് ശരിക്കും എവിടുന്ന എടപ്പോൺ ടു കീരുവഴി അടിച്ചാൽ മതി.
ഇവരഴിച്ചേക്കുന്നത് മാങ്ങാക്കുഴി ജംഗ്ഷൻ ടു കീഴുഴി. ഇനി ഞാൻ കയറുന്ന സ്റ്റോപ്പ് ഇവർക്ക് അറിയത്തില്ലയോ? അറിയത്തില്ല. അപ്പം ഇന്നത്തെ കണ്ടക്ടർ ആളോട് ഞാൻ പറഞ്ഞു, ഇയാൾ ചോദിച്ചു എന്നോട് നരിയാപുരം ആണെന്ന്. ഞാൻ പറഞ്ഞു നരിയാപുരമല്ല, തുമ്പമണ്ണാന്ന് പറഞ്ഞു. അപ്പോൾ തുമ്പമൺ എന്ന് പറഞ്ഞപ്പോൾ തുമ്പമൺ പുള്ളിക്ക് അറിയത്തില്ല. അപ്പോഴേ ഞാൻ ഈ ടിക്കറ്റ് എടുത്ത് നോക്കിയേ, കീരുവഴി പറഞ്ഞു നോക്കി. കീരുവഴി പറഞ്ഞു നോക്കിയപ്പോൾ ആൾ കീരുവഴിയിൽ നിന്ന് അടിച്ചു. 20 രൂപ ടിക്കറ്റ് ഫെയർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 23 രൂപ, 20 രൂപ, 18 രൂപ. ഞാൻ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. 18 രൂപ. ഇത് പ്രൈവറ്റ് ബസ്സിന് 18 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ടിക്കറ്റ് ഫെയർ 18 രൂപയേ ഉള്ളൂ. ഞാൻ സെയിം സ്റ്റോപ്പിൽ നിന്നും കയറുന്നു, സെയിം സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. പക്ഷേ എങ്ങനെ ഈ റേറ്റ് മാറി? നിങ്ങളെന്താ നോക്കി, ഈ പ്രിയദർശിനി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ എന്തായാലും നിങ്ങളുടെ ബാഗിൽ ഇങ്ങനെ ടിക്കറ്റുകൾ കാണും. സ്ഥിരം യാത്ര ചെയ്യുന്നവരുടെ ബാഗ് നിറച്ച ടിക്കറ്റ് കാണും. ആരും വീട്ടിൽ വന്ന് എടുത്ത് കളയാനൊന്നും പോകുന്നില്ല. കാരണം ചക്കർ കയറും. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കും. ഒന്നെടുത്ത് നോക്കിക്കേ ഈ സംഭവം. മെയിൽസ് നോക്കേണ്ട ആവശ്യം വരില്ല, കാരണം നിങ്ങൾക്കാണെങ്കിൽ കിട്ടുന്നത് കറക്റ്റ് ടിക്കറ്റ് ആയിരിക്കും. പക്ഷേ ഫീമെയിൽസ് ഒന്ന് നോക്കിയതേണ്ട ഇതുപോലെ ടിക്കറ്റിൻ്റെ ചാർജ് വ്യത്യാസം ഉണ്ടോയെന്ന് കേട്ടോ. ഒന്ന് നോക്കിയിട്ട് എനിക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും വരാം. ബൈ.